സാന്നിധ്യം നൽകൂ എന്നിലെന്നും. ഈ ഭൂമിയിൽ യാത്ര ചെയ്യാൻ നൽകുക നിൻ സാന്നിധ്യം. ദൈവസാന്നിധ്യം അനുഭവിച്ച് ദൈവപാദപീഠത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. നമ്മുടെ കരങ്ങളിൽ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹീത തിരുവചനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളാണ് ഉള്ളത്. പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ ലേഖനങ്ങളായി 21 ലേഖനങ്ങളാണ് ഉള്ളത്. അത് ദൈവ പൈതലായി തീർന്ന വ്യക്തികൾ ജീവിതയാത്രയിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്തൊക്കെയെന്ന് കൃത്യമായി ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. അതിൽ പ്രാരംഭമായി ദൈവാത്മാവ് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചന ഭാഗമാണ് റോമാലേഖനം. റോമാലേഖനത്തിൽ ദൈവവുമായി ബന്ധമില്ലാത്ത വ്യക്തികൾ ജീവിക്കുന്ന ജീവിത രീതികൾ എങ്ങനെയെന്ന് 1-ാം അധ്യായത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. സ്തോത്രം. വളരെ വ്യക്തമായാണ് ആ തിരുവചന ഭാഗങ്ങളിൽ പരിശുദ്ധയാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം തൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് മനുഷ്യവർഗത്തിന് വ്യക്തമായി തൻ്റെ പ്രവർത്തികളെ വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ആ ദൈവത്തെ ദൈവമെന്ന് ഓർക്കുവാനോ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനോ ആളുകൾക്ക് എന്തില്ല? ഇഷ്ടം ഇല്ല. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. പകലും രാത്രിയും ഉണ്ടാകുന്നത് ഈ ലോകത്തിലെ ഏതെങ്കിലും നേതാക്കന്മാർ നിശ്ചയിച്ചിട്ടല്ല. ലോക നേതാവ് എന്നുള്ള നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ഇന്ന് ട്രംപ്. മതങ്ങളോടുള്ള ബന്ധത്തിൽ ലോക നേതാവ് എന്നുള്ള ബന്ധത്തിൽ വരുന്നതാണ് മാർപ്പാപ്പ. സ്തോത്രം. ഇവരാരും പിടിച്ച് തിരിച്ചിട്ടല്ല പകലും രാത്രിയും ഉണ്ടാകുന്നത്. അത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. അപ്പൊ ദൈവിക വ്യവസ്ഥ കൃത്യമായി ലോകത്തിന് ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് കുടുംബജീവിതം എന്നത്. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. അതിൻ്റെ ആരംഭകനും ദൈവം തന്നെയാണ്. സ്തോത്രം. ഇന്ന് ആ വ്യവസ്ഥയ്ക്കാണ് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. ആണും പെണ്ണുമായാണ് കുടുംബജീവിതം നയിക്കേണ്ടത്. പക്ഷേ ഇന്ന് ആ വ്യവസ്ഥയ്ക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. പെണ്ണും തമ്മിൽ എന്താ കാണിക്കുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. അറിവുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കാമായിരുന്നു. സ്തോത്രം. ഇനി ആണും തമ്മിൽ എന്താ ചെയ്യുന്നതെന്നും എനിക്കറിയാൻ വയ്യ. സ്തോത്രം. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ, ഒരു പുരുഷൻ അവന് തക്കതായ ഒരു തുണ, അത് ദൈവം ഉണ്ടാക്കി നൽകി എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ആ തുണ ദൈവമായുള്ള ബന്ധത്തിൽ ദൈവത്തോട് ചേർന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിച്ച് സന്താനപുഷ്ടിയുള്ളവരായി തീരണമെന്ന് ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ആ വ്യക്തികളുടെ ജീവിതത്തിൽ എന്തായി തീരണം എന്ന് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. അപ്പോൾ ഒരു മനുഷ്യന് ആദ്യം വേണ്ടത് എന്താണ്? സമാധാനമാണ്. ആ സമാധാനം ആര് നൽകുന്നു? ക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനം നൽകുവാൻ
ദൈവത്തിന് പ്രസാദമായി. ആ സമാധാനം ലഭിച്ചവരാണ് ദൈവ മക്കൾ. സ്തോത്രം. ആമേൻ. ആ സമാധാനം ലഭിച്ചതായ വ്യക്തി, നീതീകരണം പ്രാപിച്ചതായ വ്യക്തി 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന പ്രാരംഭ വാക്ക്, ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. എന്നിട്ട് പറയുകയാണ്, പാപസമ്മതമായി മരിച്ചവരായ നാം. അപ്പോൾ ഒരു ദൈവ പൈതൽ പാപസമ്മതമായി മരിച്ച വ്യക്തിയാണ്. കഴിഞ്ഞ നാളുകളിൽ അതരം കൊണ്ട് വരുന്നത് മുഴുവൻ വിളിച്ചു പറഞ്ഞിരുന്നു എങ്കിൽ ഇനി എന്ത് ചെയ്യരുത്? സ്തോത്രം. എന്റെ ഭാഷ കൂടെ ചേർത്ത് പറഞ്ഞാൽ ബെല്ലും ബ്രേക്കും ഇല്ലാതിരുന്ന ഒരു കാലം. സ്തോത്രം. എന്തു വേണമെങ്കിലും പറയുമായിരുന്നു. ദൈവ പൈതലായാൽ അതെന്ത് ചെയ്യരുത്? പറയരുത്. സ്തോത്രം. അടുത്തത്, എന്തു വേണമെങ്കിലും പ്രവർത്തിക്കാമായിരുന്നു. എന്തില്ല? ഒരു ലിമിറ്റും ഒരു ക്രമീകരണവും ഇല്ല. എന്തു വേണമെങ്കിലും. സ്തോത്രം. മദ്യപിക്കണോ? മദ്യപിക്കാം. സ്തോത്രം. ബീഡി വലിക്കണോ? ബീഡി വലിക്കാം. നീ പെണ്ണ് പിടിക്കണോ? പെണ്ണ് പിടിക്കാം. സ്തോത്രം. എന്തില്ല? ഒരു ലിമിറ്റും ഇല്ല. അപ്പോൾ പാപസമ്മതമായി എന്തു ചെയ്തു? ഒരു ദൈവ പൈതൽ മരിച്ചു. ആ മരണമാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലിനെ വ്യത്യസ്തനാക്കുന്നത്. അവിടെയാണ് വേർപാടെന്ന വാക്കിൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നതനുസരിച്ച് ശുശ്രൂഷകന്മാർ പറയുന്നത്. അപ്പൊ നിങ്ങൾ വേർപാട് അനുഷ്ഠിച്ചില്ല എങ്കിൽ എനിക്ക് എന്നാ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പക്ഷെ നിങ്ങൾ ഒരു പൈസ ദൈവനാമത്തിൽ സ്തോത്ര കാഴ്ചയിട്ട് അത് ഞാൻ അനുഭവിക്കുന്നു എങ്കിൽ ആ ഒരു പൈസയ്ക്ക് നിത്യതയുടെ തീരത്ത് ഞാൻ കണക്ക് കൊടുക്കണം. അന്ന് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്നോട് ഞാൻ പറയാൻ പറഞ്ഞത് നീ എന്തുകൊണ്ട് നിന്റെ കരത്തിൽ ഞാൻ നൽകിയ ആടുകളോട് പറഞ്ഞില്ല എന്ന് ചോദിക്കും. അന്ന് നിങ്ങൾ കാണില്ല. അതിന് മറുപടി ആര് കൊടുക്കേണ്ടി വരും? സണ്ണി വർഗീസ് കൊടുക്കേണ്ടി വരും. സ്തോത്രം. എന്റെ കർത്താവ് ഈ ഭൂമിയിൽ പരസ്യ ശുശ്രൂഷ സമയത്ത് മയം കാണിച്ചില്ല എങ്കിൽ പിന്നെ ഞാൻ എന്തിനാ മയം കാണിക്കണേ? ശക്തമായല്ലേ ദൈവം പ്രസംഗിച്ചത്, കർത്താവ് പ്രസംഗിച്ചത്? എന്തെങ്കിലും മയം ഉണ്ടായിരുന്നോ? പ്രസംഗത്തിൽ, വചനത്തിൽ എന്തില്ലായിരുന്നു? ഒരു മയമില്ലായിരുന്നു. സ്തോത്രം. മാനസാന്തരപ്പെടാത്തവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. Praise the Lord. അപ്പൊ കർത്താവ് കാണിച്ച മാതൃക ഞാൻ കാണിക്കണ്ടേ? മയം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് 10 പൈസ കൂടുതൽ കിട്ടിയെന്ന് വരും. മയം കാണിക്കാതിരുന്നാൽ 10 രൂപ കൊടുക്കണമെന്ന് ചിന്തിച്ച വേണ്ട എന്ന് പറഞ്ഞ എന്ത് ചെയ്യും? നിങ്ങൾ സ്തോത്രം പറയില്ല. സ്തോത്രം താഴ്ചയ്ക്ക് എഴുന്നേറ്റ് എന്ന് പറഞ്ഞല്ലോ. ഇത് സ്ട്രിക്റ്റ് ആണ്. കാരണം ഇതിനകത്ത് മയം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാത്മാവ് നാളെ ജീവനോടെ ഞാൻ കാണുമെന്നോ നിങ്ങൾ കാണുമെന്നോ അറിയൂ. നാളെ നമുക്കുള്ളതല്ല. വചനം പറയുന്നത് ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു
സുപ്രസാദകാലം. അപ്പോൾ ഇത് പറയേണ്ടത്, പറയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അനുസരിക്കുക എന്നുള്ളത് അവനവൻ്റെ ഇഷ്ടമാണ്. സ്തോത്രം. കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ? സ്തോത്രം. അപ്പോൾ പാപസമ്മതമായി മരിച്ചേ മതിയാകും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാകും? പ്രതികരണം ഉണ്ടാകില്ല. മരണം നടന്നാൽ പ്രതികരണം ഉണ്ടാകില്ല. മരിക്കാത്തത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നത്? അതതിൻ്റെ കാരണം. മരിച്ച ബോഡിയിൽ നമ്മൾ എന്തെങ്കിലും ഗുസ്തി കാണിച്ചാൽ അത് എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും പറയുമോ? ചത്തില്ലെങ്കിലോ വിവരറിയും. ചാകാത്തതാണ് പലപ്പോഴും പ്രതികരിക്കുന്നതിൻ്റെ കാരണം. അത് വാക്കുകൾ കൊണ്ടാകാം, പ്രവൃത്തി കൊണ്ടാകാം, എന്തുമാകാം. സ്തോത്രം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മരിച്ചേ മതിയാകൂ. സ്തോത്രം. അപ്പോൾ അങ്ങനെ എന്നിട്ട് പറയുകയാണ്, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും. അപ്പൊ എന്തിനു വേണ്ടിയാണ് സ്നാനമേൽക്കുന്നത്? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്നാൽ പിന്നെ എന്ത് ചെയ്യണം? ക്രിസ്തുവിലുള്ള പാവം തന്നെ അതുണ്ടോ? പറയാൻ എളുപ്പമാ. നമ്മൾ ചെറുതോ വലുതോ എടുക്കുന്ന തീരുമാനം എന്ത് ചെയ്യണം? അത് സ്ഥിരതയുള്ളതാകണം. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. കാരണം തീരുമാനം ഉറച്ചതാകണം. അവിടെ ആടുന്നതാകരുത്. ആ ഉറച്ച തീരുമാനത്തിൻ്റെ മുൻപിൽ ഉടയവൻ എന്ത് ചെയ്യും? കൂട്ടുനിൽക്കും. ഒന്ന് ചിന്തിച്ചേ, നമ്മളൊരു തീരുമാനം ഹൃദയം കൊണ്ടെടുക്കുമ്പോൾ ദൈവം നമ്മുടെ അടുക്കൽ തുണയായിട്ട് വന്നു നിൽക്കുന്നൊന്ന് ഭാവനയിലൊന്ന് കണ്ടേ. ശരിയല്ല, ആര് വന്ന് നിൽക്കും? അല്ലെ പാസ്റ്ററല്ല, ദൈവം ബിജുവിൻ്റെ കൂടെ നിൽക്കും. വിചാരി അവിടെ നിന്ന് നോക്കുമ്പോൾ അയ്യോ, എൻ്റെ ആയുധങ്ങളെ അടിയറ വെപ്പിച്ചവൻ ആ കൂടെ നിൽക്കുന്നേ, പിന്നെ അവനടുത്തേക്ക് വരുമോ? എന്നാൽ കർത്താവ് കൂടെ ഇല്ലെങ്കിലോ ആ മണ്ടയെ കയറിയിരിക്കും. സ്തോത്രം. അപ്പോൾ ദൈവത്തോട് ചേരുവാനാണ് എന്ത് ചെയ്യുന്നത്? ആ സ്നാനത്തിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. അതിന് താഴെ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ എന്ത് ചെയ്തു? കുഴിച്ചിടപ്പെട്ടു. ആരെ? പഴയ മനുഷ്യനെ, പഴയ സ്വഭാവത്തെ, പഴയ പ്രവർത്തികളെ കുഴിച്ചിടപ്പെട്ടു. സ്തോത്രം. എന്നിട്ട് പറയുകയാണ് അടുത്തത് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഏതാ വായിക്കുന്നതെന്ന് അറിയാമോ? 6-ാം അധ്യായം. അപ്പൊ എന്തിനു വേണ്ടിയാണ് സ്നാനപ്പെടുന്നത്? ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ. സ്തോത്രം. എന്നിട്ട് അവിടെ ഒരു മാതൃക പറയുകയാണ്. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇത് നിത്യതയുടെ കാര്യം പറയുന്നത്. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പാപസ്വഭാവത്തിന് മരണം
സംഭവിച്ചില്ല എങ്കിൽ, കർത്താവിന്റെ ശരീരം അടക്കപ്പെട്ടതുപോലെ അടക്കിയില്ല എങ്കിൽ, കർത്താവിന്റെ ശരീരം ഉയർത്തതുപോലെ എന്ത് ചെയ്യില്ല? ധൈര്യമായിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട, ഉയർത്തില്ല. കൃത്യമായി ദൈവാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക. അപ്പൊ എന്തിനു വേണ്ടിയാ നമ്മൾ കർത്താവിന്റെ കൂടെ യാത്ര ചെയ്യുന്നത്? ലക്ഷ്യം നിത്യതയാണ്. അപ്പൊ നിത്യത പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പഴയ മനുഷ്യനെ കുഴിച്ചിടണം. സ്തോത്രം. പഴയ മനുഷ്യൻ എന്ത് ചെയ്യണം? മരിക്കണം. മരിച്ചാൽ പിന്നെ എന്ത് ചെയ്യില്ല? പ്രതികരിക്കില്ല. സ്തോത്രം. ചവിട്ടിയാലും മരിച്ചവന് വിഷയമില്ല, കുത്തിയാലും മരിച്ചവന് വിഷയമില്ല, എന്ത് ചെയ്താലും മരിച്ചവൻ എന്തില്ല? അത് ചലനമില്ലാതെ കിടക്കുക. മരണത്തോട് ഒരു വ്യക്തി എന്ത് ചെയ്യണം? ഏകീഭവിക്കണം, അനുരൂപരാകണം. സ്തോത്രം. അങ്ങനെ അനുരൂപരായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പുനരുദ്ധാനം പ്രാപിക്കുകയുള്ളൂ. ഇനി ഒന്ന് ചിന്തിച്ചാൽ മതി, എത്ര പേര് ഇന്ന് കാണുന്ന വിശ്വാസികളിൽ നിന്ന് എത്ര പേര് സ്വർഗത്തിൽ പോകുമെന്ന്, ഇന്ന് കാണുന്ന പാസ്റ്റർമാരിൽ നിന്ന് എത്ര പേർ സ്വർഗത്തിൽ പോകുമെന്ന്. വീരവാതകം ഇവിടെ അടിക്കാം, പക്ഷേ ഈ വചനത്തോട് ചേർന്ന് വരാത്ത ഒരുവനും നിത്യത കണി കാണില്ല. സ്തോത്രം. ഒരു തെറ്റ് പോലും ചെയ്യാതെ, ആകെ ഒരു തെറ്റ് മാത്രമേ മോശ ചെയ്തിട്ടുള്ളൂ. അവന്റെ ഉയർപ്പിന് അവന്റെ ആത്മാവിനോട് ബാധിച്ച ശത്രുവായ പൈശാചികനാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ കൊണം പിടിക്കാതെ നടക്കുന്ന വിശ്വാസിയെ വിടുവോ? സ്തോത്രം. ആമേൻ. അവസരം ദൈവം നൽകിയാൽ ദൈവഹിതപ്രകാരം ജീവിപ്പാൻ കടപ്പാട് നമുക്കുണ്ട്. ക്രൂശിൽ കിടക്കുന്ന കള്ളനെ പോലെയാണോ നീയെ? എങ്കിൽ കുഴപ്പമില്ല. അവനും മാനസാന്തത്തിന്റെ വാക്കുകൾ പറഞ്ഞു. അടുത്ത കള്ളനോട് അവൻ പറഞ്ഞത്, നമ്മൾ സമ ശിക്ഷാവിധിയിലാണ്, ന്യായമായ ശിക്ഷയാണ് അനുഭവിക്കുന്നത്. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആ കള്ളം മാനസാന്തരപ്പെട്ടോ? ഇല്ല. തിരിഞ്ഞിവൻ കർത്താവിനോട് പറഞ്ഞത് എന്താ? ഞങ്ങൾ എന്നല്ല പറഞ്ഞത്, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണം. രാജ്യത്വം പ്രാപിക്കുമ്പോൾ ഓർക്കണം, ഞങ്ങളെ എന്ന് പറഞ്ഞില്ല. അതിന് മറുപടി ദൈവം കൊടുത്തു, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. അപ്പോൾ യഥാർത്ഥ മാനസാന്തരം വന്നാൽ ആ വ്യക്തിയെ കയ്യേൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ശത്രുവായവൻ ഒരു ആയുസ് മുഴുവൻ അവനെ ഇല്ലാതെയാക്കുവാൻ പണി നടത്തിയപ്പോൾ, ആ പണി നടത്തിയതായ ശത്രുവിന്റെ പദ്ധതികളെ തച്ചുടച്ചുകൊണ്ട് അവനെ നിത്യതയിലേക്ക് കരയറ്റിയ എന്റെ ദൈവത്തിന്റെ പ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുക. മാനസാന്തരപ്പെടുവാൻ, ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ഒരവസരം ലഭിക്കുമ്പോൾ ആ അവസരത്തെ നീ ഉപയോഗിച്ചാൽ നിത്യത പ്രാപിക്കാൻ കഴിയും എന്ന് ദൈവാത്മാവ് വരച്ചു കാട്ടുകയാണ്. സ്തോത്രം. രക്ഷയുടെ അനുഭവത്തിൽ ആദ്യം പർദീസ കരസ്ഥമാക്കിയ വ്യക്തിയാണ് കള്ളൻ. ഒന്ന് ചിന്തിച്ചേ, അവന്റെ ആയുസ്സിൽ അവന് കിട്ടിയ ഭാഗ്യ പദവി. രക്ഷയുടെ അനുഭവത്തിൽ, ക്രൂശീകരണത്തിൽ ആദ്യമായി നിത്യതയുടെ തീരത്ത് എത്തുവാൻ ഭാഗ്യം ലഭിച്ചവനാ കള്ളൻ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ,
ഒരു യോഗ്യതയും നമുക്കുണ്ടായിട്ടല്ല കേട്ടോ ഇവിടെ വന്നിരുന്ന് സ്തോത്രം പറയുന്നത്. ഒരു ശ്രേഷ്ഠതയും ഉണ്ടായിട്ടല്ല കേട്ടോ നിങ്ങളുടെ മുൻപിൽ ഞാൻ നിൽക്കുന്നത്. എന്റെ ദൈവത്തിന്റെ കരുണയാ, എന്റെ ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. നിൽക്കുവാൻ ആഗ്രഹം നിനക്കുണ്ടോ? അത് വ്യക്തിപരമാണ്. തീരുമാനമെടുക്കുവാൻ രണ്ടുപേരും ഒരുപോലെ ദുഷിച്ചു എന്നാണ് അവിടെ വചനം പറയുന്നത്. രണ്ട് കള്ളന്മാരും രണ്ടുപേരും ഒരുപോലെ എന്ത് ചെയ്തു? കർത്താവിനെ ദുഷിച്ചു. അതിൻ്റെ ഇടയിൽ ദൈവം അവൻ്റെ ഹൃദയ ദൃഷ്ടി ഒന്ന് എന്ത് ചെയ്തു? ഒന്ന് തുറന്നങ്ങ് കൊടുത്തു. തുറന്നു കൊടുത്തു കഴിഞ്ഞപ്പം അവന് കാര്യം പിടികിട്ടി. പിന്നെ അവനോട് അനുവാദം ചോദിച്ചില്ല. അടുത്ത് കിടക്കുന്നവനോട് എന്ത് ചെയ്തില്ല? അവന് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടിയാണ് കൊടുത്തേ. ന്യായമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശിക്ഷ അനുഭവിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ഇവനോ അനുതാത്വം ഒന്നും ചെയ്തിട്ടില്ല. സ്തോത്രം. എന്നിട്ട് അവൻ പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണം. ഒന്ന് ചിന്തിച്ചേ. അവൻ പറഞ്ഞു കാണും, നീ എന്നെ ഇവിടെ മാറ്റി നിർത്തിയേറ്റ് നീ മാത്രമായിട്ട് പോകാൻ ഒരുങ്ങാണോ? ചീത്ത വിളിച്ചു കാണോ? ചീത്ത വിളിച്ചു കാണും. ജാഗ്രത വരാൻ ചീത്ത വിളിച്ചു കാണും. സ്തോത്രം. കാരണം ഇത് ലോകത്തിൽ നിന്ന് കിട്ടുന്ന കൂലിയാണ്. പക്ഷെ അവനത് വിഷയമല്ലായിരുന്നു. കാരണം എൻ്റെ കർത്താവിൻ്റെ ശബ്ദം അവൻ കേട്ടു. നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്നുള്ള ആ ഇമ്പസ്വരം കേട്ടപ്പോൾ അവന്റെ ഹൃദയം പിടഞ്ഞു വികസിച്ചു. ഹല്ലേലൂയ. മരണഭയം അവനെ വിട്ടുമാറി. അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നു. ഇന്നെന്നെ കേൾക്കുന്ന ദൈവമേ, യഥാർത്ഥമായി നീ മാനസാന്തരപ്പെട്ടാൽ നിന്റെ ജീവിതത്തിൽ വരുന്ന സകല വിഷയങ്ങളെയോ കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള ഒരു ഉടമസ്ഥന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സ്തോത്രം. സ്വീകരിക്കാൻ നീ തയ്യാറായാൽ മതി. മനസ്സുകൊണ്ട് എന്ത് ചെയ്യണം? മനസ്സുകൊണ്ട് എന്ത് ചെയ്യണം? സ്വീകരിക്കണം. ആരെ? ദൈവത്തെ. അവിടെ കിടക്കുന്ന കർത്താവിനെ നോക്കിയിട്ട് അവൻ പറഞ്ഞ വാക്ക് ഇത്രയേ ഉള്ളൂ, ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അവൻ്റെ ആവശ്യം പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണം. താഴ്മയോടെ എനിക്കത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മറുപടി വന്നു, ഇന്ന് നാളെയല്ല. രാജ്യത്വം പ്രാപിക്കുമ്പോഴാ ഇവൻ ആവശ്യപ്പെട്ടേ. പക്ഷെ ഉടമസ്ഥൻ പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. അതാ ദൈവത്തിന്റെ സ്നേഹം. നാളേക്ക് വെക്കുന്നവനല്ല ദൈവം. നിന്റെ വേദനകളെ അറിഞ്ഞ നിന്റെ കൂടെ വന്ന് നിന്റെ സഹായിപ്പാൻ കഴിവുള്ള ഒരു ഉടമസ്ഥനാണ് നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം. സ്തോത്ര. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ വേണ്ടിയാ. അപ്പൊ നടക്കാൻ പറ്റുമെന്നല്ലേ ഇതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം അങ്ങനെയല്ലേ? നടക്കേണ്ടതിന് തന്നെ. അപ്പൊ എന്ത് ചെയ്യാൻ കഴിയും? ജീവന്റെ പുതുക്കത്തിൽ കഴിയും. സ്തോത്രം. കഴിയാത്തൊരു കാര്യമല്ല ദൈവം നമ്മോട് പറയുന്നത്. കഴിയും എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് എന്ത് ചെയ്യണം? ഏൽപ്പിച്ച് കൊടുക്കണം. എങ്ങനെ? ഒരു യാഗമായി. ഈ ലോകത്തോട് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അതിന് എങ്ങനെ പറ്റുള്ളൂ? ഏൽപ്പിച്ചു കൊടുത്താലേ ആ രൂപാന്തരം ഉണ്ടാകുള്ളൂ. ഏൽപ്പിച്ചു കൊടുക്കാത്തടത്തോളം കാലം എന്തുണ്ടാകില്ല? രൂപാന്തരം ഉണ്ടാകില്ല. വേറെ കുഴപ്പമൊന്നുമില്ല, രൂപാന്തരം ഉണ്ടാകില്ലെന്നുള്ളൂ. സ്തോത്രം. അപ്പോൾ യഥാർത്ഥമായ ഒരു രൂപാന്തരം നമ്മിൽ ഉണ്ടാകുവാൻ
വേറെ വഴിയൊന്നുമില്ല, ഒരൊറ്റ വഴിയേ ഉള്ളൂ. പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൊന്ന് ചേർത്ത് വായിച്ച്. ആ എങ്ങനെ യാഗമായി എന്ത് ചെയ്യണം? പ്രസാദമുള്ള യാഗം. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകളിൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. എന്നിട്ട് പറയുകയാണ്, ഈ ലോകത്തോട് എന്ത് ചെയ്യരുത്? അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ദൈവഹിതവുമുള്ള പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. സമർപ്പണം എങ്ങനെയായിരിക്കണം? ജീവൻ വേണം, വിശുദ്ധി വേണം. ദൈവസന്നിധിയിൽ വന്നിരുന്ന് സ്തോത്രം പറയാൻ കഴിയണമെങ്കിൽ അതൊക്കെ അതിനോട് ചേർന്നുള്ള വചനങ്ങളുണ്ട്. സ്തോത്രം, അവിടേക്ക് ഞാനിപ്പോ പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ജീവനുള്ളവർ ദൈവത്തെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. അപ്പോൾ അത് മാത്രം മതിയോ? പോരാ. ഈ ലോകത്തിന് എന്ത് ചെയ്യരുത്? അനുരൂപരാകരുത്. പിന്നെ എന്താകണം? ഒന്ന്, നന്മ, പ്രസാദം, പൂർണ്ണത, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ആ പഴയ മനസ്സിന് എന്ത് ചെയ്യണം? മാറ്റം വരണം. അത് നിങ്ങളുടെ 2 പേരുടെ ജീവിതത്തിൽ സംഭവിക്കണം. കഴിഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യരുത്? 2 പേരും റിപ്പീറ്റ് ചെയ്യരുത്. അന്ന് എനിക്കറിയാം, അത് 2 എന്ത് ചെയ്യരുത്? ഇന്നത് ലോക്ക് ചെയ്തേക്കണം. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ പലതും സംഭവിച്ചിട്ടുണ്ടാകാം, പല കുറവുകളും ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ ദൈവം മാറ്റം വരുത്തുവാൻ മതിയായവനാണ് എന്ന് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, ദൈവകരത്തിൽ എന്ത് ചെയ്യണം? കർത്താവിനോട് പറയണം, എന്നെ അവിടുന്ന് പണിയണം. സ്തോത്രം. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താൽ ഒന്ന് പറഞ്ഞ 2-ാം വാക്കിന് എന്തടാന്ന് പറയുന്നിടത്ത് ഏതടാ എന്ന് ചോദിക്കുന്ന സ്വഭാവവും ടകടകാന്നും പറഞ്ഞ് പൊങ്ങിയിരുന്ന ഒരെണ്ണത്തിനെ ഈ രൂപത്തിലാക്കി തീർക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നിങ്ങളെയും ഇത് ചെയ്യും. സ്തോത്രം. കേൾക്കുന്ന വാക്കുകൾക്കൊക്കെ പഴയ സണ്ണി ആയിരുന്നെങ്കിൽ പണ്ട് അകത്ത് പോയി ചോദിച്ചേനെ. അങ്ങനെ ഒരു സ്വഭാവത്തിന് ഉടമയായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ സമർപ്പിക്കാൻ തയ്യാറായാൽ നമ്മെ ദൈവം എന്ത് ചെയ്യും? പണിതെടുക്കും. ആ പണി പൂർണ്ണതയുള്ളതായിരിക്കും. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. അപ്പോൾ എങ്ങനെ ആയിരിക്കണം? വചനം പറയുന്ന ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനാണ് സ്നാനമേൽക്കുന്നത്. സ്തോത്രം. ആ ഒരു നിശ്ചയം ഹൃദയത്തിനകത്തുണ്ടാകണം. ആ രീതിയിൽ നടന്നാലേ ഉയർപ്പുണ്ടാകുകയുള്ളൂ. അല്ലാത്ത ഒരു വ്യക്തിക്കും എന്തുണ്ടാകില്ല? അത് ഈ പ്രസംഗിക്കുന്ന സണ്ണിക്കും ഉണ്ടാകില്ല, കേൾക്കുന്ന നിങ്ങൾക്കും ഉണ്ടാകില്ല. വീരവാദമൊക്കെ അടിക്കാം, കുഴപ്പമൊന്നുമില്ല, പക്ഷെ അങ്ങ് എത്തില്ല. സ്തോത്രം. വളരെ കൃത്യമായിട്ടാണ്. അതല്ലേ കർത്താവ് പറഞ്ഞ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എവിടെ എത്തുന്നേ? നിത്യതയിലെത്തുന്നേ. അപ്പോൾ നിത്യതയിലേക്ക് എത്തുവാൻ, ഒരുക്കപ്പെടേണ്ടതുപോലെ ഒരുങ്ങുവാൻ ഇന്ന് പകൽ നമ്മെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഈ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറണം.
ദൈവവചനത്തോട് നിങ്ങൾ ചേർന്ന് നിൽക്കുവാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ഉടമസ്ഥന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയും. ആ ഉടമസ്ഥന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിഞ്ഞാൽ ശത്രുവിന്റെ പദ്ധതികൾ തകരുവാൻ ഇടയാകോ. ശത്രു എത്ര തന്നെ ശക്തനായി നിലകൊള്ളട്ടെ, നിന്നെ മുൻപോട്ട് വിടുകയില്ല എന്ന് അവൻ വാദിക്കട്ടെന്ന്. എന്നാൽ അവന്റെ വാദഗതികളെ തച്ചുടച്ചുകൊണ്ട് ജയത്തിന്റെ ഘോഷം മുഴക്കുവാൻ തക്കതായ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ നാം സേവിക്കുന്ന ദൈവം മതിയായവൻ തന്നെ. സ്തോത്ര. ഇന്ന് പകൽ ജയിപ്പാൻ കഴിയാത്ത ഇടങ്ങൾ എന്ത് എന്ന് ദൈവാത്മാവ് ഓർപ്പിച്ചതുപോലെ ദൈവകരങ്ങളിലേക്കൊന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമക്കളെ, ദൈവം വിശ്വസ്തനാണ് കേട്ടോ. സ്തോത്ര. നമ്മൾ രാവിലെ കേട്ടതുപോലെ ദുഷ്ടന്റെ ചെങ്കോൽ നിന്റെ അവകാശത്തിന്മേലിരിക്കില്ല, അത് വെക്കുവാൻ അവന് കഴിയില്ല. കാരണം എന്താണ്? നീ നീതിമാനായി, നീതിമാനായ നിന്റെ കൂടെ നീതിമാനുണ്ട്. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെയുള്ളിടത്തോളം ഒരു ശത്രുവിനും നിന്നെ തകർക്കുവാൻ കഴിയില്ല. അപവാദം അവൻ പറഞ്ഞെന്നിരിക്കോ, അപസ്വരങ്ങൾ അവൻ കേൾപ്പിച്ചെന്നിരിക്കോ, എന്നാൽ ദൈവത്തിന്റെ കരം പ്രതികൂലമായി ചലിക്കുമ്പോൾ, എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ ആർക്കും നിന്നെ രക്ഷിപ്പാൻ കഴിയില്ല കേട്ടോ. നീ പറഞ്ഞ കള്ളങ്ങൾ, നീ പറയുവാൻ ശ്രമിച്ച കള്ളങ്ങൾ എല്ലാം നീ പറഞ്ഞു കഴിയുമ്പോൾ ദൈവം കേൾക്കുന്നുണ്ട്, അത് ശത്രുവായ പിശാചും കേൾക്കുന്നുണ്ട്. അവന്റെ കരം, ശത്രുവിന്റെ കരം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറില്ല. നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കില്ലെന്ന്. മറുപടി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നേ മതിയാകൂ. മാനസാന്തരപ്പെടുവാൻ നീ തയ്യാറായാൽ പ്രവർത്തിപ്പാൻ ദൈവം വിശ്വസ്തനാ. ആ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. 21 ലേഖനങ്ങൾ വെറുതെ എഴുതി വെച്ചിട്ടുള്ളതല്ല, നീതീകരിക്കപ്പെട്ടതായ ദൈവ മക്കൾക്ക് വേണ്ടി, ദൈവ പൈതലിന് വേണ്ടി പരിശുദ്ധയാത്മാവ് രേഖപ്പെടുത്തി നൽകിയതാണ്. അതനുസരിക്കുവാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ഉടമസ്ഥൻ നിന്റെ കൂടെയുണ്ട്. ശത്രു ഒരുക്കുന്ന കെണികൾ അതിനകത്തകപ്പെട്ടുപോകാതെ പരിപാലിക്കുന്ന ആ പരിപാലനകരം അനുഭവിപ്പാൻ കഴിയും. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, സഭയ്ക്കകത്ത് കേൾക്കുന്ന വ്യക്തികളിൽ വെളിപ്പെടുവാനിടയാകട്ടെ. വിശ്വസ്തനായ ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുവാൻ ഇടയാകും. കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. കേട്ട വചനത്തിന്റെ മുൻപിൽ ഇന്ന് പകൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. പൂർണ്ണമായി വചനത്തോട് ചേർന്ന് നിൽക്കുവാൻ നീ തയ്യാറായാൽ നിന്റെ വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന ഒരു ആദർശനായ ദൈവത്തിന്റെ കരമുണ്ടെന്ന് ശക്തിയോടെ ഇന്ന് പകലിൽ വിളിച്ചു പറയുകയാ. നീ ഏൽപ്പിക്കുവാൻ തയ്യാറായാൽ ശത്രു തകരുമെന്ന്, ശത്രുവിന്റെ പദ്ധതികൾ മാറിപ്പോകും. പരിശുദ്ധനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. മാറ്റമില്ലാത്ത തിരുവചനത്തിനായി സ്തോത്രം. ആ വചനത്തിന്റെ ശക്തിയും മഹത്വവും ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ ശുശ്രൂഷകളിൽ കർത്താവെ വെളിപ്പെടുവാനിടയാകട്ടെ. അത് ദൈവിക പ്രവൃത്തിയായി അത് വെളിപ്പെടും കൃപയ്ക്ക് നന്ദി പറയുകയാ. ദൈവമഹത്വമാക്കി തീർക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുകയാ. സകലതും നന്നായി ചെയ്യുന്ന എന്റെ ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാ. സമാധാനത്തോടെ ഞങ്ങൾ പിരിയട്ടെ. പിരിയാത്ത സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. മഹത്വം അങ്ങയ്ക്ക്,
ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്ക അടിയാനേ യഹോവായേ, മനസ്സലിവുടയ മഹോന്നത പരനെ, വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനെ, വന്ദനം നിനക്കാമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം ക്രിസ്തുവിന്റെ കൂട്ടായ്മയും പരിശുദ്ധയാത്മാവാം ദൈവത്തിന്റെ സഹവാസം നടത്തിപ്പുകാമൽ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഭൂലോകത്തിലെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും അരുമനാഥനാം യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അർഹപ്പെട്ട കുഞ്ഞാടിന്റെ മകച്ചകരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.